ഹലോ, ഇന്നൊരു പനീർ ബട്ടർ മസാല ട്രൈ ചെയ്ത് നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലോട്ട് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒലിവ് ഓയിൽ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലോട്ട് സവോള ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. നല്ല രീതിയിൽ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. സവോള നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഹാഫ് സോട്ടായി വരുമ്പോഴത്തേക്ക് അതിലോട്ടൊരു 2-3 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇതെൻ്റെ ഒരു വേയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിലോട്ട് 2 വലിയ തക്കാളി, ചെറിയ തക്കാളി ആണെങ്കിൽ ഒരു 3 എണ്ണം ഇട്ട് കൊടുക്കാം. വലിയ 2 തക്കാളി അതും ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലോട്ട് അധികം മസാലകളൊന്നും ആവശ്യമില്ല കേട്ടോ. വളരെ കുറച്ച് മസാലകൾ മാത്രമേ ഇതിലോട്ട് ഇടത്തുള്ളൂ. ഇനി നമ്മൾ ഇതിലോട്ട് ഇടാൻ പോകുന്നത് ഒരു ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. മുളക് പൊടിയും കുറച്ച് മസാലപ്പൊടിയും മാത്രമേ ഇതിൽ ആവശ്യമുള്ളൂ. അതിൽ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ഇപ്പോൾ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് വഴറ്റി കൊടുക്കാം. വേറെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വഴറ്റിയെടുത്തിട്ട് ഇത് ചൂടൊക്കെ മാറി വരുമ്പം ഇതിനെ ഒന്ന് മിക്സിയിൽ നല്ല പേസ്റ്റ് ആക്കി എടുക്കാനുള്ളതാണ്. ഇതിൻ്റെ ചൂട് മാറിക്കഴിയുമ്പോൾ മിക്സിയിൽ പേസ്റ്റ് ആക്കി എടുക്കാം. ഇനി നമുക്ക് അതേ പാനിലോട്ട് തന്നെ കുറച്ച് ഗീ ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ആവാൻ വേണ്ടിയാണ് ഗീ ഇട്ട് കൊടുക്കുന്നത്. ഗീയോ ബട്ടറോ എന്തുവേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഗ്രേവി കുറച്ച് വെള്ളമൊക്കെ കൂട്ടി ചേർത്ത് ഇളക്കി ഈ പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ സ്മെല്ല് പോകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പനീർ ആയതുകൊണ്ട് പെട്ടെന്ന് വേഗം, അതിന് വേവൊന്നും ഇല്ലല്ലോ. നല്ല ഒരു പഞ്ഞി പോലെ ആവുന്ന ടൈം വരെ അതിനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഗരം മസാലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. വേറെ മസാലാസൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. പനീർ ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പനീറും ആ ഒരു ഗ്രേവിയും എല്ലാം കൂടെ ഒന്ന് കൂടുന്നത് വരെ. പിന്നെ ഇതിലോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഫ്രഷ് ക്രീം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. റെസിപ്പി വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റെസിപ്പി ഇട്ടുതരാം. എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ച് ഒരു ഹാൻഡ്ഫുൾ ഓഫ് കുറച്ച് കൊറിയാണ്ടർ ലീവ്സും കൂടി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കസൂരി മെത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ ഇട്ട് കൊടുക്കുമോ. എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഇട്ട് കൊടുക്കാത്തത്. ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള പനീർ ബട്ടർ മസാലയാണ്. വളരെ ഈസിയാണ്. ട്രൈ ചെയ്ത് നോക്കൂ.